Hey guys, ഇതാണ് Asusന്റെ Zephyrus G14 എന്ന് പറഞ്ഞിട്ടുള്ള ലാപ്ടോപ്പ്. ഈ ലാപ്ടോപ്പിന്റെ ഒരു റിവ്യൂ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ലാപ്ടോപ്പ് എടുക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എടുക്കണോ വേണ്ടെന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഈ ലാപ്ടോപ്പിനകത്ത് ഞാൻ ഗെയിം കളിച്ച് നോക്കി, എഡിറ്റ് ചെയ്ത് നോക്കി, അതുപോലെ തന്നെ നോർമൽ യൂസും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ടുള്ള ഒരു റിവ്യൂ ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. പ്രൊസസ്സർ നോക്കിക്കഴിഞ്ഞാൽ Ryzen 9 6900HS ആണ് ഇതിനകത്ത് വരുന്ന പ്രൊസസ്സർ. 16 GB റാം, 1 TB SSD, അതുപോലെ തന്നെ ഗ്രാഫിക് കാർഡ് വന്നിട്ട് AMD Radeon 6700S ആണ് വരുന്നത്, 8 GB. അതുപോലെ തന്നെ Windows 11 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടുന്നത്. 16 ഇഞ്ചിന്റെ ഒരു QHD 120Hz റിഫ്രഷ് റേറ്റോട് കൂടിയുള്ള ഒരു ഡിസ്പ്ലേ ആണ്. നമ്മുടെ ഈ ലാപ്ടോപ്പിനെ 180 ഡിഗ്രിയിൽ നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിനകത്ത് 4 സ്പീക്കേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു AI നോയ്സ് ക്യാൻസലേഷൻ ടെക്നോളജി ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് ഉണ്ട്. ഹൈറസ് സർട്ടിഫിക്കേഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പറയുന്നു. അപ്പൊ അതിലേക്കൊക്കെ വരാൻ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഗെയിം കളിച്ച് നോക്കിയപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫോർസ ഹൊറൈസൺ കളിച്ചു, GTA 5 കളിച്ചു. GTA 5 നമുക്ക് വെരി ഹൈ സെറ്റിംഗ്സിൽ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കളിക്കാൻ പറ്റും. പക്ഷെ പവർ കുത്തിയിട്ടിരിക്കും, അതായത് നമ്മുടെ ചാർജറിൽ കുത്തിയിട്ടിരിക്കണം, അല്ലാതെ നിങ്ങൾക്ക് ആ പെർഫോമൻസ് കിട്ടൂല. സ്റ്റട്ടറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ലതുപോലെ ബാറ്ററി തീർന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഫോർസയെ നോക്കിക്കഴിഞ്ഞാൽ വെരി സൂപ്പർ അൾട്രയിലൊന്നും നമുക്ക് കളിക്കാൻ പറ്റൂല, കുറച്ച് സ്റ്റട്ടറിങ്ങും കാര്യങ്ങളുണ്ട്. എന്നാൽ വെരി ഹൈ അല്ലെങ്കിൽ അൾട്രയിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാതെയൊക്കെ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്റ്റട്ടർ എവിടെയൊക്കെ കാണാൻ പറ്റും, അല്ലാത്ത പക്ഷം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീട് നല്ല പോലെ ഹീറ്റ് ആവും എന്ന് പറഞ്ഞാൽ തിളയ്ക്കുന്ന രീതിയിൽ വരുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ച് ഗെയിം കളിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ കീബോർഡും ഒരു മൗസും കൂടി വാങ്ങുന്നത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഗെയിം കളിക്കുമ്പോൾ WSD യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. ഈ സൈഡിലത്തെ വെന്റിൽ നിന്ന് കാറ്റ്, ചൂട് കാറ്റ് നമ്മുടെ കയ്യിലേക്ക് വന്ന് കുറച്ച് ഡിസ്കംഫർട്ടാണ്. വീഡിയോ എഡിറ്റിംഗ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 4K 30 മിനിറ്റുള്ള ഫുട്ടേജ് കളർ ഗ്രേഡ് ചെയ്തിട്ടില്ല, എഫക്ട്സ് ഒന്നും തന്നെ ഇല്ലാണ്ട് റെൻഡർ ചെയ്തെടുക്കാനായിട്ട് 32 മിനിറ്റ് ആണ് എടുക്കുന്നത്. അതായത് 30 മിനിറ്റുള്ള ഫുട്ടേജിന് നമുക്ക് 32 മിനിറ്റിൽ റെൻഡർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് 4Kയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ 1080p വീഡിയോ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി വേഗം തന്നെ റെൻഡർ ചെയ്ത് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് Asus എടുത്ത് പറയുന്ന ഡോൾബി അറ്റ്മോസ് സ്പീക്കർ, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 4 സ്പീക്കർ ഉണ്ട്, ഹൈറസ് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. വെറുതെയാണ്, ഇതിൻ്റെ അകത്ത് സൗണ്ട് ഭയങ്കര കുറവാണ്. നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് ഒരു ടേബിളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെയൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ളത് കിട്ടും. അല്ലാതെ ഭയങ്കര വലിയ ഡോൾബി അറ്റ്മോസ് ആണ്, ഭയങ്കര ക്വാളിറ്റി ആണെന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ Zephyrus സീരീസിനല്ല ഇവിടെ ഒരു LED ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ചില വേർഡ്സ് ഒക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. എന്തുകൊണ്ടോ Asusന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഈ ഒരു യൂണിറ്റിന്, എനിക്ക് കിട്ടിയ ഈ ഒരു യൂണിറ്റിന് ആ ഒരു ഫീച്ചർ ഇല്ല എന്നാണ്. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ. ഡിസ്പ്ലേ അടിപൊളിയാണ്, ഒരു QHD ഡിസ്പ്ലേ ആണ്, 120Hz ആണ് റിഫ്രഷ് റേറ്റ്. ഒരു രക്ഷയില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗെയിം കളിക്കുന്ന സമയത്ത് നല്ല പ്ലാച്ചനിരിക്കും, അതുപോലെ തന്നെ നല്ല രീതിക്ക് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല കളേഴ്സ്, നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നല്ല വൈബ്രൻ്റ് ആയിട്ട് ഇരിപ്പുണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കീബോർഡും ട്രാക്ക് പാഡും കീബോർഡും ഭയങ്കര കംഫർട്ടാണ്. കീബോർഡ് എസ്പെഷ്യലി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സുഖമാണ്. എനിക്ക് തോന്നുന്നു ഓരോ കീസിനും ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പും ഉണ്ട്, അതുപോലെ തന്നെ കീസിന് കുറച്ച് പൊക്കം കൂട്ടിയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ടൈപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ഫീലുണ്ട്. ഒരു RGB ബാക്ക്ലിറ്റോട് കൂടി വരുന്ന ഒരു കീബോർഡാണ്. പിന്നെ ട്രാക്ക് പാഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ട്രാക്ക് പാഡാണ്, ഇച്ചിരി വലിയ ഒരു ട്രാക്ക് പാഡാണ്, നമുക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ അകത്ത് നമുക്കൊരു ചെറിയൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്, ഒരു 720p ക്യാമറയാണ്. നല്ല ലൈറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുഴപ്പമില്ലാതെ നമുക്ക് എന്തിനാണ് ഒരു വെബ് ക്യാം വേണ്ടത്, അതിനുള്ള പരിപാടികളൊക്കെ എൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ല. ഇനി നമ്മുടെ ലാപ്ടോപ്പിൻ്റെ കുറച്ച് പോർട്ടുകളും കാര്യങ്ങളും നോക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പവർ പ്ലഗ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു HDMI ഉണ്ട്, ഒരു Type-C ഉണ്ട്. പിന്നീട് നമുക്ക് ഒരു മൈക്ക് അല്ലെങ്കിൽ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ 2 USB-A, ഒരു Type-C, പിന്നീട് ഒരു മെമ്മറി കാർഡ് സ്പേസ് അല്ലെങ്കിൽ മെമ്മറി കാർഡ് റീഡ് ചെയ്യാനായിട്ട് കുത്താനുള്ള ഒരു സ്പേസും കൂടി ഉണ്ട്. ഇത്ര മാത്രമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പോർട്ടായിട്ട് വരുന്നത്. പിന്നെ ലാപ്ടോപ്പിന്റെ 2 സൈഡിലായിട്ടാണ് എയർ വെന്റ് വരുന്നത്, ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും. നോർമലി ലാപ്ടോപ്പ് ഇരിക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിക്ക് ചൂട് കാറ്റ് വരുന്നുണ്ട്. നിങ്ങൾ അതിനകത്ത് നമുക്ക് ഓരോ മോഡുകൾ എനേബിൾ ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒപ്റ്റിമൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കൂളായിട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ പെർഫോമൻസ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഹീറ്റ് ഉണ്ട്. ഈ ലാപ്ടോപ്പിന്റെ ഒരു ടോട്ടൽ പ്രത്യേകത നോക്കി കഴിഞ്ഞാൽ ഒരു ഹിഞ്ച് അവർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ നോർമൽ കീബോർഡിന്റെ ഒക്കെ താഴെ ഒരു ഇങ്ങനെ ചരിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ലെഗ് കിട്ടൂല, അതേപോലെ നമ്മുടെ ലാപ്ടോപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ ഒരു ഹിഞ്ച് വന്നിട്ട് നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിന്റെ കീബോർഡ് പാർട്ടിനെ ജസ്റ്റ് ഒന്ന് പൊക്കി വെക്കുന്നുണ്ട്. അത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടും കുറച്ചുകൂടി കംഫർട്ടായിട്ട് ഈ ലാപ്ടോപ്പ് യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഗെയിം കളിക്കണം, അതുപോലെ തന്നെ എഡിറ്റിംഗ് കൂടി ചെയ്യുന്ന രീതിയിൽ ഒരു ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ താങ്ങുമോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാം. നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്താൽ ഞാൻ വന്ന് റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.